आपके द्वारा डायल किया गया नंबर अभी व्यस्त है। കുടിക്കാനുള്ള കള്ള് മാത്രമായിട്ടാണ്ട് പോവും. പിന്നെ വെള്ളം ടച്ചപ്പം പൈത്താലെ കൊണ്ടുവരണം. എന്നാൽ വിളിച്ച ഫോൺ എടുക്കുമോ? അതുമില്ല. എന്തോ ഒരു കഷ്ടമാണ് നോക്കണേ. ഇവനൊക്കെ ചത്തോ? ഹലോ ഹലോ സാറേ, മിൽമട്ടെന്നാണ്. എന്ത് മീനമാട്ട്? ഒരു ഡെലിവറി ഉണ്ടായിരുന്നില്ലേ? അല്ല നീ ഇപ്പോഴെങ്ങനെ ഇവിടെ എത്തോ? സാറേ, നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് സാറേ. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ല. പി.ടി. ഉഷ റോഡിൽ നിന്ന് നേരം ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റിലേക്ക് ഒരു വഴി കാണാം. അവിടെ നിന്ന് കയറിയിട്ട് ആ വഴി നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഓക്കെ. ഏത് സാറേ ഫ്ലോർ ഏതാണ്? രണ്ടാമത്തെ ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറില്ലേ? ഓക്കെ സാറേ, അപ്പോൾ വരാം. ശരി. സാറേ, ഒരു ഡെലിവറി ഉണ്ടായിരുന്നു സാറേ. നല്ല മഴയായിട്ടേ ഞാൻ ഒരുപാട് കറങ്ങി, അതാണ് സാറ്. വിട്ടോ നിങ്ങൾക്ക് രണ്ടെണ്ണം അടിക്കണോ? സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഓർഡർ ആയിരുന്നു സാറേ. ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടെണ്ണം അടിക്കാൻ. ഇപ്പം ബീവറേജ് കൂട്ടിയിട്ടുണ്ടാവും. അടിച്ചിട്ട് നോക്കിയോ സാറ് മുമ്പിൽ ഇപ്പം എങ്ങനെയാ എന്നെ നോക്കാൻ നിൽക്കണേ? നീ രണ്ടെണ്ണം അടിച്ചിട്ട് വിട്ടോ. നീ അവിടേക്ക് ഇരിക്കും സാറേ. അവിടെ ഇരിക്കും. അയ്യോ കസേര ചെറുതായത് കൊണ്ടും ഞാൻ തടിയുള്ളത് കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല സാറേ. അടിച്ചോ. സാർക്ക് എനിക്ക് നീ അടിച്ചോ. നീ അടിക്കും. സാർ ഒറ്റയ്ക്കാണല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു മിനിറ്റ് സാറേ, കോള് വരുന്നുണ്ട്. ആരാണാവോ? ഹലോ. പറയേ. നാളെ അല്ലേ? ശരിയാക്കാം. നാളത്തേക്കല്ലേ? അത് പ്രശ്നമില്ല. നോക്കാം. ഓക്കെ, ശരി. അയ്യോ, സാർ ഇന്ന് പണിക്ക് പോയിണ്ടാവില്ല അല്ലേ? അല്ല, ഇന്ന് ഓഫായിരിക്കില്ലേ? സോറി സാറേ. ഞങ്ങൾ നാട്ടു നടപ്പ് പ്രകാരം കുത്തിപ്പൊട്ടിച്ചു അല്ലേ? അല്ല, ഞങ്ങൾ സാധാരണ നാട്ടിലടിക്കുമ്പോൾ എങ്ങനെയാണ്, അതാകുമ്പം സാറേ ഇങ്ങനെ നമുക്കിങ്ങനെ കലങ്ങി കിട്ടും സാറേ. തമിഴനാണോ നീ? ഞാൻ തമിഴന്മാർ മാത്രം ഇങ്ങനെ അടിക്കാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ സാർ? ഞാൻ വിചാരിച്ച എൻ്റെ മാത്രം സൃഷ്ടിയാവുന്നതാണിത്. ഏതോ അത് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുപ്പി മറ്റേ പൊട്ടിച്ചിട്ട് തോറ്റിക്കുന്നത്. നീ അധികം ചിരിക്കല്ലേ? നീ അടിച്ചിട്ട് വിട്ടോ. ശരി സാർ. ഇതെന്താ? അല്ല, നമുക്ക് പ്രായമുള്ളവർക്ക് കൊടുക്കണം എന്നല്ലേ? എന്റെ രണ്ടെണ്ണം അടിക്കാൻ നിങ്ങക്ക് നീ ഇങ്ങനെ ഒഴിച്ചളയാണോ? ശീലായിപ്പോയി സാറേ. ശീലങ്ങളെ മാറ്റണ്ട. സാർ എവിടെ സ്ഥലം? സിഗരറ്റ് ഞാൻ വാങ്ങിയിട്ട് സാറേ.
അല്ല ഞാൻ കൊണ്ടുവന്നതാ. കൊണ്ടുവന്നാ? വാങ്ങിയതല്ല. കൊണ്ടുവന്നല്ലേ? നന്നായി. നിങ്ങൾക്കാണോ സിഗരറ്റ്? നിർത്തിയതാണ്. കഴിക്കണ്ട. അല്ല സാറ് കഴിക്കണേ. അല്ല സാറ് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ കഴിക്കണ്ട. സാറേ ഞാൻ എറിച്ചിരാം. ഒരു വേലക്കാരനെ വെറുതെ കിട്ടിയ പോലെ ഉണ്ട്. ഇങ്ങനെ ചിരിക്കണേ. ഒന്നുമില്ല. അത് വലിച്ചോ? നിർത്തിയതല്ല, പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെ ഉള്ളൂ. അല്ല സാറൊന്ന് ഒറ്റയ്ക്ക് അടിക്കണേ. ഒറ്റയ്ക്ക് ഒരു ഫുൾ അടിച്ചാൽ സാറേ ചത്തൂല്ലേ? ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് അടിക്കണ്ടേ? അതല്ലേ രസം. എനിക്ക് ഒറ്റയ്ക്ക് അടിക്കാന്ന് പറയണതേ ഇഷ്ടമല്ല. കാര്യങ്ങളൊക്കെ കൂടിയിരുന്ന് അടിച്ചില്ലെങ്കിൽ സംസാരിക്കണ്ടേ, നമ്മളെ വിഷമങ്ങൾ പറയണം. പോയോ, നമ്മൾ വിഷമങ്ങൾ പറയണം. അതുപോലെ സന്തോഷങ്ങൾ പങ്കിടണം, ഉല്ലസിക്കണം, ചിരിക്കണം, കളിക്കണം. എന്നിട്ട് ഓഫ് ആവണം. അയ്യോ അമ്മ. സാർ ഒരു മിനിറ്റ്. ഹലോ അമ്മേ. അത് പ്രശ്നമില്ല അമ്മേ. ഇല്ല അത് ഞാൻ സോൾവ് ചെയ്തോളാം. ഞാനാ ഞാൻ വർക്ക് കഴിഞ്ഞു. സമയം എത്ര മണി? സമയം എനിക്ക് അമ്മ ഞാൻ വിളിക്കാം. സമയമല്ലേ? ആയിക്കോട്ടെ, അപ്പം എത്തും. സാറേ സമയം എത്രയായി? ഒക്കെ ഒഴിച്ചു കളഞ്ഞു അല്ലേ സാറേ? അമ്മ വന്നപ്പോൾ സമയം ശരിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയതാ സാറേ. അയ്യോ സാറേ, ഒറ്റ വിളിക്കൊന്നും കുടിക്കല്ലേ സാറേ, കരള് പോവും. തിരിയേ വേറെ ഒന്നിട്ടുള്ളതിൽ വേറെ സാറെന്തൊക്കെയാ ഓർഡർ ചെയ്തത്? മുട്ട പൊരിച്ചു കേട്ടോ? മുട്ട പൊരിച്ചതൊന്നുമില്ല. തൽക്കാലം ഇത് ഓംലേറ്റ് ആക്കി അടിക്കേണ്ടി വരും. എന്തോ ഇനി വലിയ രീതിയിലേക്ക് നിൽക്കാൻ നിൽക്കണ്ട. സാറ് ഭയങ്കര ടെൻഷനിലാണ്, സാറ് ഭയങ്കര ചൂടില്ല. സാറൊന്ന് കൂളാണ്. നിനക്ക് എന്നെ കണ്ട് പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടോ? സാറ് എന്തിനാ സാർക്ക് പ്രശ്നം? സാർക്ക് നല്ല ജോലിയുണ്ട്, സാറെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാരും പറയാനുള്ളതാ, പക്ഷെ വെങ്കിലൊന്നും കാര്യമില്ലടോ. ചത്താ തീർന്നില്ലടാ. എടാ നമുക്ക് കോഴിക്കോടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോടാ. സാറേ ഈ കോഴിക്കോടില്ലേ, അത് കാണണമെങ്കിൽ നൈറ്റ് കാണണം. നൈറ്റാണ് അതിൻ്റെ ബ്യൂട്ടി. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളടിച്ചിട്ടില്ലേ? അതെ. ബൈക്കിൽ പോണം, നടന്നു പോവാം. ബൈക്കിൽ പോകണോ? നടന്നു പോയാൽ മതി. നടന്നു പോകണോ? പോവാം. അയ്യോ ഞാൻ സാറെ പേര് ചോദിക്കാൻ പറ്റി. സാറ് പേരെന്തായിരുന്നു? എൻ്റെ പേര് മിലു. എൻ്റെ പേര് ജഗൻ. നൈസ് ടു മീറ്റ് യു. സാറൊക്കെ സമ്മതിക്കണം സാറേ. സാർ ഒറ്റയ്ക്കൊക്കെ ഒരു ഫുൾ അടിച്ചിട്ട് സാർ നമ്മൾ രണ്ടാളും കൂടി എന്നാലും സാറ് നിൽക്കണ കണ്ട പനക്കുറ്റി വരെ നിൽക്കണേ. എനിക്ക് ഇഴഞ്ഞാൽ നടക്കണേ. അല്ല ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ വരുന്നപ്പോൾ സാർ എന്ത് ചെയ്യായിരുന്നു? ഒരാളെ കൊന്നടാ സാറാ. സാറാ പുല്ലാ നിൽക്ക. അല്ല ഓർഡർ ചെയ്ത ആളെ പേര് ഗോഡ്സൺ എന്തോ അല്ലേ? സാറെ പേരെന്താ പറഞ്ഞ? മിഥുനോ? അല്ല സാർ, അപ്പോൾ ഈ ഗോഡ്സൺ ആരാ സാറേ? സാറേ കോഴിക്കോട് PT ഉഷ റോഡിന് സമീപം കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ നിലയിൽ ഒരു യുവാവിന്റെ മൃതശരീരം കണ്ടെത്തി. ആത്മഹത്യയെന്ന് തോന്നും വിധമാണ് സംഭവം. ജില്ലയിൽ 3ാം തവണയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ 2 തവണത്തെയും പോലെ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ നിലയിലാണ് ശരീരം ലഭിച്ചത്. മരിച്ച 3 യുവാക്കളും ഡെലിവറി ജീവനക്കാരായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണ്ടെത്തൽ.